അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ കുറേ പേര് എൻ്റെ അടുത്ത് ഞാൻ എൻ്റെ ഐഫോൺ യൂസ് ചെയ്യുന്ന കേസ് ഏതാണ്, അല്ലെങ്കിൽ ഐഫോണിന് പറ്റുന്ന കേസ് ഏത് കമ്പനിയുടെ ആണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒത്തിരി പേര് മെസ്സേജ് ആയിട്ടും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഐഫോൺ 17 ഞാൻ ഇട്ടിരിക്കുന്ന കേസാണ്. ഇത് സ്പൈജൻ്റെ ഒരു കേസാണ്. അപ്പോൾ ഇതിന് ഏകദേശം ഇപ്പം ഞാൻ മേടിച്ചപ്പോഴത്തേക്ക് 1600 മറ്റോ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനിപ്പോൾ ഇത്തിരി റേറ്റ് കുറഞ്ഞിരിക്കുവാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കേസാണ്. ബിക്കോസ് നമ്മൾ തിന്നാണ്, വെയിറ്റ്ലെസ് ആണ്. നമ്മൾ ഈ കേസ് ഇട്ടാലും ഫോൺ അങ്ങനെ ഒരുപാട് ബൾക്കി ആയിട്ട് ഫീൽ ചെയ്യില്ല. അതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് ഈ ഫോൺ ഒരുപാട് പേര് മേടിച്ച് നോക്കിയിട്ട് നല്ല കേസാണല്ലോ, ഇത് എവിടെ നിന്നാണ്, ഏതിൻ്റെ ആണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിന്റെ ബട്ടൺസ് എല്ലാം നല്ല രീതിയിൽ നമുക്ക് നല്ല പ്ലേ ഉള്ള ബട്ടൺസ് ആണ്. ഇപ്പോൾ വോളിയം ബ്രോക്കേഴ്സ് ആണെന്നുണ്ടെങ്കിലും പവർ ബട്ടൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല പ്ലേ ഉള്ള ബട്ടണാണ്. പിന്നെ സ്ക്രീനിൽ നിന്ന് കുറച്ച് നല്ല രീതിയിൽ പ്രൊജക്ട് ചെയ്ത് നിൽക്കും. അപ്പോൾ നമ്മുടെ സ്ക്രീൻ ഇങ്ങ് ചെന്ന് അഥവാ വീണാലും സ്ക്രീൻ ഇടിച്ച് വീടില്ല. ക്യാമറയുടെ ആണെന്നുണ്ടെങ്കിലും ആ ഒരു പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ക്യാമറ ബമ്പിങ് നമുക്ക് ഈ കേസിനകത്ത് വരുന്നുണ്ട്. പിന്നെ എനിക്ക് വേറൊരു കാര്യം പ്രത്യേകം എടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ഈ ഐഫോണിൻ്റെ നല്ല ഒരു ക്യാമറയുടെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലെൻസിനകത്ത് ഇടാൻ പറ്റുന്ന രീതിയിൽ ഒരു ക്യാപ്പ് കിട്ടും, ഒരു പ്ലാസ്റ്റിക് ക്യാപ്പ് ഈ കേസിന്റെ ഒക്കെ ഭാഗമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഒരു കാരണവശാലും അത് മേടിച്ച് നിങ്ങളുടെ ക്യാമറയുടെ ലെൻസിനകത്ത് ഇടരുത്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഐഫോൺ പോലെ ബ്രാൻഡ്സിന്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലെൻസുകളെല്ലാം മിക്കവാറും സഫയർ ക്രിസ്റ്റൽ ആണ് വരുന്നത്. അങ്ങനെ പെട്ടെന്നൊന്നും പോറിൽ വീഴുന്ന ലെൻസുകളല്ല. പിന്നെ ഇത്രയും വില കൊടുത്ത് നിങ്ങൾ ഈ ഫോൺ വാങ്ങിച്ചിരിക്കുന്ന ഇതിന്റെ ക്യാമറയുടെ ഇത്രയും ക്വാളിറ്റി ഉള്ള ഈ ഗ്ലാസ് എലമെന്റ്സിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇതിന്റെ മേത്ത് ഈ പ്ലാസ്റ്റിക്കിന്റെ ക്യാപ്പ് മേടിച്ചിട്ടാൽ നിങ്ങളുടെ ഫോട്ടോയുടെ ക്വാളിറ്റിയിൽ ഭീകരമായിട്ടുള്ള ഡ്രോപ്പ് ആണ് ഉണ്ടാവുന്നത്. കുറെ പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് അവരുടെ ഫോണിന്റെ ക്യാമറയുടെ ക്വാളിറ്റിക്ക് അത് ഭയങ്കര പ്രശ്നം, നല്ല ക്വാളിറ്റിയിൽ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ ഫോൺ മേടിച്ച് നോക്കുമ്പോൾ ഈ ക്യാപ്പ് മേടിച്ച് ലെൻസിനകത്ത് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾ വിചാരിക്കുന്നുള്ള ഭീകരമായിട്ടുള്ള ക്വാളിറ്റി ഡ്രോപ്പ് നിങ്ങളുടെ ഫോണിന്റെ ക്യാമറയ്ക്കകത്ത് ഉണ്ടാവും. അതിപ്പോൾ ഏത് സ്മാർട്ട് ഫോൺസിന്റെ ആണെന്നുണ്ടെങ്കിലും ക്യാമറ ലെൻസിനകത്ത് ഒരു കാരണവശാലും വേറൊരു ഫിലിമോ ഒരു ക്യാപ്പോ ഒരു കാരണവശാലും ഒട്ടിക്കരുത്. ഇതിനകത്ത് വീഴുന്ന ലൈറ്റ്സിനെ നല്ല രീതിയിൽ റിഫ്ലക്ഷനും കാര്യങ്ങളും ഒക്കെ ഈ ക്യാപ്പ് ഇടുന്നതിലൂടെ നിങ്ങൾക്ക് വരും നിങ്ങളുടെ ഫോട്ടോയുടെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് കുറയും. പിന്നെ സ്ക്രീൻ ഗാർഡിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും മാൻഡേറ്ററി നിങ്ങൾക്ക് അത്രയ്ക്ക് അത്യാവശ്യമെങ്കിൽ മാത്രം ഓടിച്ചു. ബിക്കോസ് നിങ്ങൾ സ്ക്രീൻ പൊട്ടാതിരിക്കും. കാരണം മിക്ക ഫോണുകളുടെയും സ്ക്രീനിലൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും സ്ക്രാച്ച് വീഴില്ല. പിന്നെ പൊട്ടാനുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ച ഫോണാണെങ്കിൽ താഴെ വീണാൽ ഡിസ്പ്ലേ പൊട്ടാനുള്ളതാണ്. പൊട്ടും ഒരു 5% എങ്ങാനും അതിന്റെ ചാൻസ് കുറയുന്നുണ്ടെങ്കിലേ ഉള്ളൂ. സോ അപ്പോൾ അതാണ് ഞാൻ സ്പൈജന്റെ കേസാണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ തന്നെ പല വെറൈറ്റി ഉള്ളത്. ഇപ്പോൾ 17 ആണെങ്കിലും 17 പ്രോ ആണെങ്കിലും മറ്റ് ഐഫോൺ മോഡൽസിനാണെങ്കിലും മറ്റ് സ്മാർട്ട് ഫോൺസിനാണെങ്കിലും നിങ്ങൾ കേസ് വാങ്ങുമ്പോഴത്തേക്ക് നല്ലൊരു കേസ് വാങ്ങിയിടുക. ഇത് കൂടാതെ പിന്നെ ESR എന്ന് പറഞ്ഞിട്ട് വേറൊരു ബ്രാൻഡ് ഉണ്ട്. അതും എൻ്റെ ഫ്രണ്ട്സ് 1-2 പേര് മേടിച്ചിട്ട് യൂസ് ചെയ്ത് ഞാനും നോക്കിയപ്പോഴത്തേക്ക് നല്ല കേസാണ് അത്. അതിന്റെ ലിങ്കും കൂടെ ഞാൻ ഇതിന്റെ എല്ലാത്തിനെയും ലിങ്ക് ഞാൻ എൻ്റെ പ്രൊഡക്ഷൻ ടാഗ് ചെയ്താൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് കയറി വാങ്ങാം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.